ഏബൽ എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല. ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കോട്ടിയായിരുന്നു. വെരി ഹാപ്പി. നമുക്ക് എന്തൊരു വാത്സല്യം തോന്നുന്നു നമ്മുടെ മോള്. ചാച്ചന്റെ കല്യാണം അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ആക്ച്വലി. ഉപദേശിക്കുന്നതുകൊണ്ട് അവര് ഹാപ്പിയാ. അതൊക്കെ കാണാൻ കിടക്കണം. ഞാൻ എന്ത് ഉപദേശിക്കാനോ അവരെല്ലാം യൂട്യൂബിൽ കണ്ട് പഠിച്ചിരിക്കുക. നല്ലോണം വേണ്ട ചീത്തയാണോ വേണ്ടത്? നല്ലോണം ആലോചിക്കണം, പിന്നെ നല്ലോണം പഠിക്കണം വെച്ചാണ്. വേറെ ഒന്നും ഇല്ലല്ലേ. വളരെ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള എന്നാ പോലും ഈ മുതലിന്റെ ഫോട്ടോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആളെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കെയറിങ് തന്നെയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികളില്ലല്ലോ, ഭയങ്കര എക്സൈറ്റഡാ. ഞാൻ എന്റെ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് 6ാമത്തെ വയസ്സിലാണ്. ഞാനോ കള്ളം പറയരുത്. ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് മിങ്കിൾ ചെയ്ത് ഇങ്ങനെ കോളേജ് കഴിഞ്ഞിട്ടും ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന ഘടകം ഡോണ്. ഞങ്ങളെ ഭയങ്കര പ്രതീക്ഷയോടെ വാങ്ങിയതാണ്. പറ്റിച്ച് കൊക്കക്കോള ആയിരുന്നു. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഇടുക്കി ഗോൾഡും ഉണ്ട് അല്ലേ? വയനാട്ടില് ഗോൾഡ് ഇല്ല, വയനാടൻ ഗോൾഡ്. അങ്ങനെ ഒരാള് പറഞ്ഞല്ലോ, അത് മതി. ഇത്ര നാളെ സ്വപ്നം കണ്ടത് ഇനിയും ജീവിച്ചു തീർക്കും. അതെ. ഇന്ന് വെള്ളിക്കുളങ്ങര പള്ളിയിൽ എന്താ നടക്കുന്നത്? എന്റെ കല്യാണം നടക്കുന്നത് ശരിക്കും ഒരു ഗ്രാമമല്ലേ? മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ മനോഹരമായ മുഖമുള്ള മനോഹരനായ ഈ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നത്. ഏബലിൽ ചിരി കൊള്ളാവുന്ന ഡോണെ എത്ര കൊണ്ട് കുറച്ചു? അതാണ് ഇഷ്ടപ്പെട്ടതിൽ ആദ്യം പറഞ്ഞ കാരണം. കറക്റ്റ് സംസാരം എപ്പോഴും എല്ലാവരും ചിരിച്ചോണ്ടാ നിങ്ങൾ പറയുന്നത്. ഈ ചുണ്ടി ഇങ്ങനെ വിടർത്തി ഞങ്ങളെങ്ങനെ കണ്ടുപിടി? ഇൻസ്റ്റാഗ്രാം വഴി കണ്ടുപിടിച്ചു. പിന്നെ യൂട്യൂബിലും പറയട്ടെ റീൽസ് കണ്ടിരുന്നു. സംസാരം കണ്ടിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമുക്ക് പറയാം. ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ടെൻഷൻ കെട്ടാൻ പഠിച്ചില്ലേ? കേട്ടാ പഠിച്ചിട്ടുണ്ട്. കൊയറൊക്കെ ആരാ? നമ്മുടെ പള്ളിയിൽ തന്നെ ഇവിടെ ജനിച്ചു പോകുന്നത്. ചെറുപ്പത്തിൽ അമ്മയുടെ വീട്ടിലായിരുന്നു. വെക്കേഷനൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ചെറുപ്പത്തെ കുറിച്ച് എന്താ പറയുന്നത്? അത് ഭയങ്കര ചെറുപ്പം പെൺകുട്ടികൾ ആഗ്രഹപ്പെടുണ്ടോ? തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ട്. പപ്പയെ കുറിച്ച് ഓർമ്മ? അത് ഭയങ്കര കെയറിങ് ആയിരുന്നു. ആള് എന്തൊക്കെയുണ്ടെങ്കിലും രാവിലെ കറക്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് ആൾ കുക്കിംഗ് വരെ ചെയ്യുമായിരുന്നു. ആള് ബിസിനസ് കുറെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ആള് ഗൾഫിലായിരുന്നു. ആള് വർക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ ആള് കോൺട്രാക്ടർ ആയിട്ട് മമ്മിയാണ് അമ്മച്ചി എന്ന് വിളിക്കുന്നത്? അല്ല, അപ്പൻ. അതെ, അപ്പനും അമ്മ. ആൾക്ക് അപ്പൻ എന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. അമ്മയ്ക്ക് അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പൻ അമ്മ. കെയറിങ് തന്നെയാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തിനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ സിനിമയിൽ തൊമ്പരം മക്കളും എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അപ്പൻ്റെ കൂടെ എപ്പോഴും നടന്നു. അപ്പൻ്റെ കെയറിങ് അപ്പൻ ഞങ്ങളെ കൊണ്ടുവരുന്നത് ഭയങ്കര ഫ്രണ്ടായിട്ടാണ് നടന്നത്. പേരൻസിന്റെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഗ്രൂമിന്റെ റൈറ്റ് സൈഡിൽ ബ്രൈഡിന്റെ റൈറ്റ് സൈഡിലാണ് മമ്മി, പപ്പ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ ഞങ്ങൾ മമ്മി ഇവിടെ നിർത്തി ഓർമ്മയെടുക്കാം. പപ്പ ലെഫ്റ്റ് സൈഡ് ഉണ്ടെന്ന് വിചാരിച്ചാൽ കേട്ടി പോലെ. അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് ഏബലിന്റെ ഫാമിലിയോടാണ്. ഏബലിന്റെ ബ്ലോഗിംഗ് ഒക്കെ ഇഷ്ടമാണ്. നിങ്ങളെ കുറെ ഫാമിലി എന്നോട് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഒത്തിരി പേരൊന്നും പരിചയപ്പെട്ടു. നിങ്ങൾ എത്ര വയസ്സിന് വ്യത്യാസമാണ്? 6 വയസ്സ് വ്യത്യാസം. 6 വയസ്സ് വ്യത്യാസം തോന്നിക്കുന്നല്ലേ? ഏബൽ എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല. ചുമ്മാ തള്ളി മറിച്ച് കൊല്ലുകയാണോ? ഒരു ബ്രദർ എന്ന നിലയിൽ അതിനെ കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു ഓർമ്മകൾ എന്ത്? ഞാൻ അപ്പയും അമ്മയും ഗൾഫിലായിരുന്നു. ചേട്ടാ ഇവിടെയായിരുന്നു. ചേട്ടാ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ചേട്ടയുടെ അമ്മയുടെ വീട്ടില്. ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് 6ാമത്തെ വയസ്സിലാണ്. എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ 12 വയസ്സ്. 12 വയസ്സിലാണ് ഒറ്റയ്ക്ക് ഗൾഫിക്ക് വരികയാണ്. ആദ്യമായിട്ട് ഗൾഫിക്ക് വരികയാണ്. എയർപോർട്ടിൽ നോക്കുമ്പോൾ ഞാൻ ചേട്ടനെ കാത്തുകയാണ്. ഞാൻ നോക്കുമ്പോ ചേട്ടൻ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ മുതലിന്റെ ഫോട്ടോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആളെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. നേരിട്ട് കാണാണ്. അപ്പൊ ആ ആകാംക്ഷ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് 2 എയർ ഹോസ്റ്റസിന്റെ ഇടയിൽ കൂടെ ഒരു അവതാരം ഇങ്ങനെ വരള പോലെ 12 വയസ്സുള്ള ചേട്ടൻ ഇങ്ങനെ വരളൂ. എന്നിട്ടൊരു കെട്ടിപ്പെടുത്തും. അതാണ് എന്റെ ചേട്ടനെ പറ്റി വലിയ ഏറ്റവും ഓർമ്മ. കാരണം എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവന് 2 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഗൾഫിൽ ചെല്ലുന്നത്. എനിക്ക് 8 വയസ്സ്. നാട്ടിലായിരുന്നോ? അന്ന് ഞാൻ നാട്ടിലെ വളർന്നത്. വെക്കേഷനിൽ അങ്ങനെ ചെല്ലും. ആദ്യമായിട്ട് കാണുമ്പോ ചെക്കൻ ഭയങ്കര സ്നേഹം. പൂ കൊണ്ട് തരുന്നതിന് ഭയങ്കരമായിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന എല്ലാം ചെയ്തു. രാത്രി കിടക്കാൻ നേരത്ത്
ഒരുമിച്ച് കിടക്കാൻ നേരത്തെ തന്നെ ചവിട്ടി പറഞ്ഞു. ആളിന്റെ ശരിക്കും സ്വഭാവം പറഞ്ഞു. കസിൻസ് അല്ലേ? നിങ്ങളുടെ കാര്യങ്ങൾ കോട്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ അടിപൊളിയത് ഇവനെ വീട്ടാണ്. ആണോ? അത് കഴിഞ്ഞു എന്റെ രണ്ടുപേരുടെ അടി മേടിച്ചാണ് വളർന്നത്. പക്ഷെ അവരെയൊക്കെ കൂടുതൽ നമ്മള് ഇവിടെ ഒരുമിച്ചായിരുന്നു, നാട്ടിലായിരുന്നു. ഞങ്ങള് ഒരുമിച്ച് എപ്പോഴും കാണുമായിരുന്നു. മേമയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഷേബില് വന്ന ആ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നു പറഞ്ഞില്ലേ, ഇപ്പോഴും ആളുടെ മനസ്സിൽ എയർ ഹോസ്റ്റസിന്റെ മുഖമൊക്കെ ആയിരിക്കും. കറക്റ്റായിട്ട് നമുക്ക് 6ാമത്തെ വയസ്സിലെ കാര്യമൊക്കെ ഓർത്തെടുക്കുന്നത് കണ്ടില്ലേ? ഡോണെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഡോണയെ കുറിച്ച് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ആക്ച്വലി ഈ അപ്പന്റെ കസിൻ വഴി വന്ന ആലോചനയായിരുന്നു. അത് അമ്മ എപ്പോഴും പറയേ, അമ്മയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് അറിയാണ്ട് ഫോൺ കോൾ ഇടയ്ക്ക് മിസ് കോൾ വരുമായിരുന്നു. കുറെ നാൾക്ക് ശേഷമായിരുന്നു അങ്ങനെ മിസ് കോൾ. അവര് ബഹ്റൈനിൽ ഉണ്ടായിരുന്നായിരുന്നു അമ്മയുള്ളപ്പോഴും അപ്പനുള്ളപ്പോഴും. പക്ഷെ അത് കഴിഞ്ഞ് അവർ നാട്ടിൽ പോയി പിന്നെ കണക്ഷൻ കുറച്ച് കുറവായിരുന്നു. അപ്പൊ അതില്ലാണ്ട് കുറെ മിസ് കോൾ കണ്ടു കഴിഞ്ഞിട്ട് അമ്മ ഒരു ദിവസം തിരിച്ചു വിളിച്ചു, ആരാണെന്ന് അറിയാതെ. അപ്പോഴാണ് ഇന്ന ആന്റിയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ചാച്ചനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. പിന്നെ 2ാമത്തെ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കാര്യം ഇങ്ങനെ കല്യാണ ആലോചന തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന്റി നാത്തൂന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ കസിനാണ് ഈ കുട്ടിയുടെ പപ്പ. അവിടെ വെച്ച് അവർ സംസാരിച്ചു. അവിടെയും ഒരാലോചന അവർ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ് നല്ലൊരു. അപ്പോൾ അതിന്റെ കറക്റ്റ് ടൈമിൽ അമ്മേനെ വിളിച്ച് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, ഡീറ്റെയിൽസ് കൊടുക്കുന്നു. സെറ്റായി കണ്ടു, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഒന്ന് കണ്ട് നേരിട്ട് സംസാരിച്ചിട്ട് ആവാം എന്ന് കരുതി. കാരണം ആറ്റിറ്റ്യൂഡാണല്ലോ മെയിൻ. അതെ സ്വഭാവം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വന്ന് സംസാരിക്കാന്ന് കരുതി. ഞാനും അനിയനും കൂടി കൊച്ചിയിൽ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. സംസാരിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൃദയം കൈമാറി. അതെ, ഹൃദയം കൈമാറി. ഡോണ പറഞ്ഞില്ലേ നിങ്ങളുടെ ചിരിയാണ് ഏറ്റവും നല്ലതെന്ന്. ഏബൽ എന്താ തിരിച്ചു പറഞ്ഞിട്ടുള്ള ആളോട്? സംസാരം നന്നായിട്ട് സംസാരിക്കും. നന്നായി സംസാരിക്കും. സെറ്റ്. ഇത് കഴിഞ്ഞ ഉടനെ ഡോണെ നമ്മൾ കാണിക്കും കേട്ടോ. ഏബലിന് ഇപ്പം എത്ര വയസ്സാണ്? വയസ്സ് വയ്ക്കുന്നത് ശരിയല്ല, എന്നാലും 29 വയസ്സിനിടയിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്യൂട്ടിട്ട് ഈ ഒരു ഡേ കാണുന്നത്. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയാ? വെരി ഹാപ്പി. അത്രയേ ഉള്ളൂ. ഒറ്റ ഹാപ്പി എന്നുള്ളത് മാത്രം നിർത്താൻ പറ്റില്ല. ആളിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറികളൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. 2 വയസ്സ് മുതലുള്ള 18 മാസമുള്ളപ്പോൾ മകനെ നാട്ടിലാക്കി ഗൾഫിൽ പോയതാണ്. അപ്പം ഈ ഇത്രയും വർഷങ്ങൾ കടന്നുപോയി വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ഓർക്കുമ്പം തിരിഞ്ഞു നോക്കുമ്പം പപ്പ കൂടെ ഇല്ല എന്നുള്ളൊരു പ്രയാസം. ആളായിരുന്നു കൂടുതൽ ആഗ്രഹിച്ച് 27 വയസ്സായിട്ടിട്ട് വിവാഹം ആലോചിച്ച് തുടങ്ങിയത് ആള്. സമയത്തില്ലാത്തൊരു. ഇതൊക്കെ ഒരു കരുതലാണ്. 29 വർഷം വളർത്തി ഇത്ര എത്തിച്ചില്ലേ, അത് നമ്മുടെ ഒരു കടമയാണ്. ആ കടമയാണ് ഇനി ഇവർ തിരിച്ചു തരാനുള്ളത്. ഇനിയുമാണ് മക്കൾ നമ്മളെ കെയർ ചെയ്യുന്നത്. കണ്ടാൽ മതി. ഒരു ഹാപ്പി അല്ലേ? അതാണ്. പപ്പയെ കുറിച്ചുള്ള ഓർമ്മ എന്താ? പപ്പ ഞങ്ങൾ ഗൾഫിലായിരുന്നു. മോന് 18 മാസമുള്ളപ്പോൾ പോയതാ. പിന്നെ ഞാനവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോയിൻ ചെയ്തു. ആൾക്കവിടെ ബിസിനസ്സായിരുന്നു. പിന്നെ മദർ സുഖമില്ല. പിന്നെ ഏബലിന് വിസ പ്രോബ്ലം ഉണ്ടായിരുന്നു, അങ്ങോട്ട് വരാത്തതുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് മകനെ ഇവിടെയാണ് ഏബിൾ പഠിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പപ്പ അങ്ങ് നിർത്തി പോരുകയായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഗൾഫിലാണ്. പിള്ളേരും ഹസ്ബൻഡും ഇവിടെയായിരുന്നു. പപ്പ നന്നായി കെയർ ചെയ്തു മക്കളെ. ഞാൻ അവിടെയാണെങ്കിലും പപ്പ ഇവിടെയും പിള്ളേരെ നന്നായി കെയർ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയില്ല. അതൊരു കുഴപ്പമില്ല. ഇതേ അങ്ങോട്ട് നോക്കിയ ഫോട്ടോയിലേക്ക്. ഇനി മോനെ മുഖത്തോട് നോക്കി, അമ്മയുടെ മുഖത്തോട് നോക്കേ. ഐ ലവ് യു മോം എന്ന് പറഞ്ഞേ ചേർത്ത് പിടിച്ചു. ഒരു എടുത്തേ മോന്. 2 പേര് 2 കാണുന്നത്. യെസ് എന്ന് കണ്ണേക്ക് നോക്കി. ഇന്നോട്ട് ആള് വേറൊരാളെയാ. ഇത്രയും ഫ്രീഡത്തോടു കൂടി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഇനി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടൊന്ന് ഹഗ് ചെയ്ത് 2 മുഖത്തോട് നോക്കി 2 സൈഡ്. അമ്മയും മോനും പോസ് ചെയ്തപ്പോൾ കണ്ടായിരുന്നല്ലോ. ഇനി നിങ്ങളുടെ കല്യാണം ചെയ്യുമ്പോൾ ചേട്ടാ എങ്ങനെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചോക്കല്ലോ. ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയാണ്. എന്താണെന്നറിയോ? 2 മണിക്കൂടെ കഴിയുമ്പോൾ ഏബലിന്റെ റൈറ്റ് സൈഡിൽ ഡോണ വന്നിങ്ങനെ നിൽക്കും. ഇപ്പുറത്ത് ഒരാൾ അമ്മായിമ്മ എന്നുള്ള പരിവേഷമാവും. ഇവിടെ ഒരാള് ചേട്ടത്തി. ഞാൻ പുറത്തു പോവാ. ഇല്ല, ഇവിടെ ഒരാള് ചേട്ടത്തി എന്ന് വിളിക്കേണ്ടി വരും. അപ്പൊ മരുമോളെ കുറിച്ച് പറഞ്ഞില്ല, മോളാകാൻ വരുന്ന ആളെ കുറിച്ച്.
ഈ അതാ ചോദിക്കാൻ വന്നത്. ആ അങ്ങനെയാണ്. 2 ആൺകുട്ടികളുടെ ഇടയിൽ ഇനി ഒരു പെൺകുട്ടികൾ വരുമ്പോൾ ഒരാളെ എക്സൈറ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് ഇനി. വാ ചേച്ചിക്ക് വേണ്ടി അങ്ങനെയായിരുന്നു. ആ ചേച്ചിക്ക് കൊണ്ട് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇയാൾ എന്തൊക്കെയോ പറഞ്ഞിടയ്ക്ക് നേരാണോ? ഒരു കാര്യം ചോദിച്ചിട്ട് ഈ ബാഗ് വല്ലതും കാര്യമായിട്ടുണ്ടോ? മച്ചാൻ ജനിച്ചു വളർന്ന ഓടി നടന്ന പള്ളിയിൽ കല്യാണം കഴിക്കാനായിട്ട്. ഇത് പേരെന്താ? ബേസിൽ എത്തല്ല പഠിക്കണേ. ഇന്ന് എന്തിനാ ഇവിടെ വന്നേ? ആറല്യാണോ? ചാച്ചൻ്റെ ഇവിടെ തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് അറിയാണ്ട് സിംഗിള് ഒന്നും എടുത്തില്ല, അതായത് സോളോ ഷൂട്ട് ഒന്നും എടുത്തില്ല, മഴയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സോളോയും 2 പേരും പെണ്ണും ചെക്കനുണ്ട്, അവർ 2 പേരെയും സിംഗിൾ എടുക്കുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കപ്പിൾ ഷൂട്ട് എടുക്കുന്നു. ഡോണ എന്താ ആളിനെ സൂക്ഷിച്ച് നോക്കിക്കുന്നു. കല്യാണത്തിന് മുമ്പ് പള്ളി വന്ന് ഒരു അരമണിക്കൂർ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി കപ്പിൾ ഷൂട്ട്. ശരിക്കും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത് ലൈഫിൽ ഒരിക്കലല്ലോ ഇത് അടിപൊളിയായിട്ട് എടുക്കും. ഇത് ചേച്ചിയാണോ? അനിയത്തിയാണോ? ആ ഇത് ആൾ ഇന്നലെ തൊട്ട് മുന്നിലുണ്ട്, എല്ലാ കാര്യത്തിലും നോക്കിയെടുത്ത്. ഇനി ആരൊക്കെയാ അവരെ ഫാമിലിയൊക്കെ പരിചയപ്പെടുന്നത്? ഇവിടെ ആരൊക്കെയുണ്ട്? ഹലോ ആൻറ്റി. ഹായ്. ആ അതായത് പപ്പയുടെ അല്ലേ? ആ ഇത്രയും ചെറുപ്പക്കാരാ പപ്പയുടെ. ആ ഇനിയുണ്ടാ? ലിജുമോള് ചിരിക്കും. ലിജുമോള് അവരെത്ര പരിചയം? സ്വന്തം അനിയത്തിയ? കസിന്? ഹലോ ഹായ് ഹായ്. ആ ആള് പപ്സ് എല്ലാവരും കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്. ഇതേ ഒരാളെ പരിചയപ്പെടാൻ. ആ ഒരു മൂവാറ്റുപുഴക്കാർ നേരെ ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്നു. വേറെ ഇതെല്ലാവരും അവിടെ നിന്ന് വന്നവരാണോ? ആ എല്ലാം കസിൻസാ? ഡോണെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആൾക്കാരല്ലേ? ആ എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയോ? മമ്മി രാവിലെ ഒരു കാര്യം പറഞ്ഞു, അവരുടെ വീട്ടിൽ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് അവിടുത്തെ മോളാണ്, അതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ്. ഹലോ ഹായ്. ആ ഇങ്ങോട്ട് തിരിഞ്ഞ് വല്യമ്മച്ചി. ഞാൻ അമ്മച്ചിക്ക് അറിയാവുന്ന ഒരാളെ തിരിച്ചു കാണിക്കും. ഇതിപ്പോ ആരാ? ഹായ്. ഹലോ ബ്രോ. ഹായ് ഇതാ. ഇന്നത്തെ വ്ളോഗിൽ ഏറ്റവും കൂടുതൽ കാണിക്കണമെന്ന് പറഞ്ഞ ആള് ഞാനോ? കിയയിൽ ഒരു മന്ത്രകോടിയും ഒരു പൂവും. കപ്പിൾ ഷൂട്ട് കല്യാണത്തിന് മുമ്പ് റെഡി ആയിട്ട് ഇങ്ങനെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നത് ശരിയാണോ? പറയൂ ഗേസ്. നമ്മുടെ ഒരു ഫാൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് തിരിഞ്ഞ് കാണണ്ട്. ഫോട്ടോ എടുക്കണ്ടേ? വേണ്ടേ? പല്ലില്ലേ? ഇവിടെ എന്തോടി ഈ ഒരു സാധനം?
നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് നിങ്ങളുടെ സർവീസ് ചെയ്തേട്ടാ. ഇയാൾ ഓടി ചെയ്യുന്നത് ഗൈസ്. രണ്ട് നല്ല മിടുക്കി കുട്ടികളാണ്. കുറേ ഇവൻറ്റ്സിന് കുറേ ആൾക്കാരെ കാണാറുണ്ട് ഇങ്ങനെ. പക്ഷേ നിങ്ങൾ അതിന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി ഓടിച്ചാടിയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഇവൻറ്റ്സിൻ്റെ മുതലാളി കാണുവാണെങ്കിൽ എക്സ്ട്രാ ശമ്പളം കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ ടിപ്സ് പറഞ്ഞിട്ട് ആ പൈസ തന്നേക്കണം. ബൈ. ഡോണയുടെ പപ്പയാണോ? ഒന്ന് ചിരിച്ചേ. ചാലക്കടി വന്ന് പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് ഹാപ്പി ആയോ? എത്ര പേര്? 2 മക്കളാണ്. 2 മക്കളും. അപ്പൊ ഭയങ്കര സൈലന്റ് ആണെന്ന് തോന്നുന്നില്ല. ആണോ? അതോ വയലന്റ് ആണോ? വീട്ടിൽ വയലന്റ് ആണോ? നാട്ടിലിറങ്ങിയ സൈലന്റ്, വീട്ടിൽ വയലന്റ് ആണോ? അല്ല, വളരെ സന്തോഷമാണ്. ഭയങ്കര ഹാപ്പി അല്ലേ? മൂത്ത ആളാണോ ഡോണ? ആളിനെ ഇന്ന് അങ്ങോട്ട് പുതിയ വീട്ടിലേക്കൊക്കെ വിടുമ്പം എത്രത്തോളം സന്തോഷം? ഭയങ്കര സന്തോഷം. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു നീട്ടിലൊക്കെ ഇല്ലേ? സമാധാനം. ആളിന്റെ ഏറ്റവും നല്ലൊരു മെമ്മറി എന്തുവാ? നമുക്ക് എന്തൊരു മോള്. ആരോടായിരുന്നു അറ്റാച്ച്മെന്റ് ആണ് കൂടുതൽ? അപ്പനോടാണോ? ആണോ? അപ്പയ്ക്കൊപ്പം പറയാൻ കാണും എന്തെങ്കിലും. അന്നാലും എന്തെങ്കിലും ഒരു ഓർമ്മ, കുഞ്ഞോർമ്മ, കുഞ്ഞുനാളില് ഹൃദയം കൊണ്ടങ്ങ് പോവല്ലേ? അറിയില്ല, എല്ലാ അപ്പനും അമ്മമാർക്കും. അപ്പനെ കരയിപ്പിച്ചിട്ട് നിൽക്കുവോ ഞാൻ? ഡോണ ഞാൻ വന്നില്ല, ക്യാമറ ക്ലോസ് വെക്കട്ടെ. ഇടുക്കിയിൽ എന്നാണ്ട് വാർത്തകൾ മച്ചാനെ? നമ്മുടെ വീഡിയോ കാണുന്നില്ലേ? ഭയങ്കര സന്തോഷം. അമ്മയാണോ? ആണോ? വല്യമ്മച്ചി. ഗ്രാൻഡ് മദർ. അമ്മയുടെ അങ്ങനെ വല്യമ്മച്ചി എന്ന് വിളിക്കാം. ഞങ്ങളുടെ അവിടെ വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് മദർ ഇല്ലേ? നിങ്ങൾ ബന്ധുക്കളല്ലേ നമ്മുടെ? ഇങ്ങനെ അങ്ങനെ നമ്മുടെ ഫോട്ടോ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഈ ചക്കിന് നല്ലൊരു പെണ്ണെ കിട്ടി. അറിയാം, അത് ചേർത്ത് പിടിച്ച് നമുക്ക് മുമ്പോട്ട് ഓടാണല്ലോ അല്ലേ? പിള്ളേർക്കൊരു നല്ലൊരു ഉപദേശം പറഞ്ഞു കൊടുത്ത്. ഞാനെന്ത് ഉപദേശിക്കാൻ? അവരെല്ലാം യൂട്യൂബിൽ കണ്ട് പഠിച്ചിരിക്കുക. ഇനി എന്ത് നമ്മൾ ഉപദേശിക്കാൻ? അത് പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഉപദേശിക്കാമായിരുന്നു. അപ്പൊ അവര് യൂട്യൂബിൽ അമ്മ പറ ഈ കല്യാണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഓടി നടന്ന പ്രിയപ്പെട്ട സഹോദരൻ നല്ല ഫോട്ടോ കൊടുത്ത് അനുഗ്രഹിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ നല്ലൊരു അത് ഓൾറെഡി ഞങ്ങള് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഫോട്ടോസ് കണ്ടിട്ട്. അതെ, ചാച്ചിന് വ്യക്തമായിട്ട് അറിയാല്ല പറയിപ്പിക്കണല്ല കേട്ടോ. ഇടട്ടെ, ഇൻസ്റ്റാ ഐഡി കൂടെ പറഞ്ഞു ആൾക്കാർ അലൻജോ കിട്ടും. അതെ, ക്ഷീണിച്ചാ? ഞാനല്ലേ പള്ളിയിൽ ആളുടെ കൂടെ നിന്ന് ആളിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ആളിങ്ങനെ പോയാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂർ. അത് ചിരിച്ചേ. ഇതാരാ? അങ്ങനെയാണോ വിളിക്കണേ? ഫ്രണ്ട് എന്നാണോ അവർക്ക് അറിയാവുന്നത്? ഇന്നിവിടെ വന്ന് എന്തിനാന്ന് പറ. ചാച്ചന്റെ കല്യാണം. വെരി ഗുഡ്. അവൾ സത്യം പറഞ്ഞു. ഇതാരാന്ന് പറ. ഡാഡി ഐസ്ക്രീം മേടിച്ചേരത്തില്ലേ? ഞാൻ അങ്കിൾ ഒരു ഗെയിം. ഇത് ഡാഡി, ഇത് മമ്മി. ഏറ്റവും ഇഷ്ടമുള്ള നല്ലത് അതാണ്. എന്റെ അമ്മയോട് ഇപ്പൊ ഉണ്ടോ? അമ്മയുണ്ടോ? അമ്മയോടുണ്ടോ? അമ്മ ഈ വീഡിയോ യൂട്യൂബിൽ കാണുമ്പോ യൂട്യൂബിൽ ബിനു സീൻസ് എന്ന് നോക്കണം കേട്ടോ. സീൻസ് നോക്കണം. അങ്കിൾ ഇങ്ങനെ വ്ളോഗിങ് ചെയ്യുന്ന കാണാം. അന്നേരം അമ്മയെ കൊണ്ട് കാണിക്കണം. അമ്മയതേ അങ്കിൾ എൻ്റെ വിരൽ ഇങ്ങനെ വെച്ചിട്ട് ചോദിച്ചു ഇത് ഡാഡിയാണോ മമ്മിയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഡാഡിയുടെ കയ്യിലാണ് പിടിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് കാണും. കോളേജിലെ കാണാൻ പറ്റുള്ളൂ. എത്രല്ല പഠിക്കുന്നത്? ഇനി നമ്മൾ കാണുമ്പോ എത്രലാവും? അതെ, അവനെ പ്രോത്സാഹിപ്പിക്കാതെ. ഇപ്പോഴത്തെ കാലമല്ലേ, പിള്ളേരെ നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എടുത്തോളാം. ഒരു ബായിതാ ഒരു ബായിതാ.
ഇതൊന്നും കാണാതെ അവിടെ നിൽക്കുവാണോ? ഒരു കിടില സാധനമായിരുന്നു നമ്മള്. എന്റെ പൊന്നെ, ഞാൻ രാവിലെ വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പാവം ഒരു കൊച്ച്. ഇയാള് ഭയങ്കര ഭാഗ്യവാനാണ്, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഇന്നസെൻസ് ആണ്, ഭയങ്കര ക്വയറ്റായിട്ട്. ഒറ്റ ദിവസം ഒരു സാധനം കൂടെ ചീറ്റി പോയില്ലല്ലോ. അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അതെങ്ങനെ കോമൺ ഫ്രണ്ട്സ് ആണോ? ആണോ? വേറെന്തൊക്കെയാണ് ഈ കുട്ടിയെ കുറിച്ച് പറയാം? വളരെ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള. ഇത് അളിയൻ കേക്കട്ടെ, പറ. അളിയൻ കേക്കട്ടെ, അളിയൻ ഹാപ്പി ആയിട്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. 10 രൂപയുടെ ചായ മേടിക്കാൻ 5 രൂപയുടെ പണി നമ്മൾ എടുക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് മോശം കേട്ടിട്ട് നോക്കാം, നല്ലത് പറഞ്ഞാൽ കൊള്ളാവുന്നത്. റൂം എടുത്തു കേട്ടോ. ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു. വള എണ്ണയായിട്ട് ഒരുക്കൊണ്ട് പോലെ കുറെ നേരമായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന. അത് മാത്രമല്ല നല്ലത്. ഞങ്ങളെല്ലാരെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് മിങ്കിൾ ചെയ്ത് ഇങ്ങനെ കോളേജ് കഴിഞ്ഞിട്ടും ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന ഘടകം ഡോണ. ഭാഗ്യമുള്ളവൻ. ഇനി ഇങ്ങനെ കണ്ടാൽ ആ കൈയ്യട്ടം കഴിച്ചിട്ട് മുമ്പോട്ട് വന്നു. ഡോണൊക്കെ അച്ഛൻ പറഞ്ഞോളം ഗിഫ്റ്റ്. അപ്പൊ നിങ്ങള് ഹാപ്പി അല്ലേ? ഓക്കെ, ബൈ ബൈ. ഇങ്ങനെ പ്രത്യേക വീഡിയോ കല്യാണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഓടി നടന്നൊരു മനുഷ്യനാണ്. അതാണ്, അങ്ങനെ ഒരാള് പറഞ്ഞല്ലോ. അത് നമ്മൾ കാണും ഇന്നലെ തൊട്ടെ. വെളുപ്പിനെ 6 മണിക്ക് ചേട്ടാ ഞാൻ റോഡിൽ വന്നിരിക്കുക, നിങ്ങൾ പോരൂ. ഞാനാണ് ആദ്യം വിളിച്ചെണിപ്പിക്കുന്നത്. അല്ല, ഞാൻ 5:30 ഇവര് പോയി പഠിച്ചു. 4:30. നന്ദി വേണം കേട്ടോ, നന്ദി. സ്മരണ വേണം തിരുമേനി, സ്മരണ വേണം. അതെ അതെ, തിരിച്ചു കണ്ടാ മതി. ഇത് ഇടുക്കിന്ന് കൊണ്ടുവന്നാണോ? ദേ അവിടെയും. ഇത് നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഒരു സ്പെഷ്യൽ തന്നെ? ഞങ്ങളെ ഭയങ്കര പ്രതീക്ഷയോടെ വാങ്ങിയതാ. പിന്നെ കൊക്കക്കോള ഒന്നുമല്ല. വേണ്ട, ചുമ്മാ പറഞ്ഞു. ആ കൊക്കക്കോള അതിന്റെ കളർ കാണുമ്പോ ശരിയല്ലേ? അതാണ് മുഖത്തെ എക്സ്പ്രഷൻ വരുമ്പോ അറിയത് ഏതാ. ആ കണ്ണൊക്കെ അടയുന്നു. ഇറങ്ങിപ്പോന്ന് അറിയല്ലേ? എടുത്തേരാ മാന്താനം കോട്ടയല്ലേ? ആ തറവാടിന്റെ പേരാ. ഇടുക്കിക്കാരുടെ പ്രത്യേകത എന്തുവാ? പിന്നെന്താ ഇടുക്കിയില്? നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ആ എപ്പോഴും സന്തോഷമുള്ള ആൾക്കാരാ. നല്ല എനർജറ്റിക് ആയിട്ടുള്ള കാപ്പി കുടിക്കുന്നുണ്ടായിരിക്കും. ആണോ? പിന്നെ കൃഷിക്കാരല്ലേ? ഇടുക്കിക്കാരോ? പിന്നെ കൃഷി നല്ല ഡെവലപ്പായി വന്നത്. ആണോ? നിലവിൽ എന്ത് കൃഷിയാണ് ചെയ്യുന്നത്? നിലവിൽ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. കാപ്പി, തേയില, പിന്നെ പറയട്ടെ കേക്കട്ടെ. ഇടുക്കിക്കാരെ കുറിച്ച് അറിയണ്ടേ? ഏലാണ് മെയിനായിട്ട്. എന്താണ്? ഇടുക്കി ഗോൾഡ് ഉണ്ട് അല്ലേ?
രണ്ടുപേരും ഹണിമൂൺ അങ്ങനെ വല്ലതും ഉണ്ടോ? മലേഷ്യ മലേഷ്യ 24th ഫ്രൈഡേ എത്ര ദിവസത്തേക്കാ? 4 days. മലേഷ്യക്ക് പൊരുതെല്ലായിടത്തും മലേഷ്യക്ക്. മലേഷ്യ എന്തൊക്കെയാണ് ആള് മുന്നേ പറഞ്ഞ വാക്ക് പാലിക്കണോ? എന്തൊക്കെ വാക്കാ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെ മുന്നേ എന്തൊക്കെ വാക്ക് കൊടുത്തിട്ടുള്ളത്? ഒന്നുമില്ല, ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ ട്രിപ്പ് പറഞ്ഞാൽ പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. എക്സ്പെൻസ് ഫസ്റ്റത്തെ എന്തായാലും ഇന്റർനാഷണൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഡൊമസ്റ്റിക് ആവാന്ന് കരുതി. അപ്പം വീണ്ടും സന്തോഷം. ഓക്കെ, ഫാമിലി ലൈഫ് അല്ലേ, ഇനി ഹാപ്പി ആയിട്ട് കൊണ്ട് ഇത്രയും നാൾ സ്വപ്നം കണ്ടത് ഇനിയും ജീവിച്ചു തീർക്കും. അതെ, 20 വർഷം കാത്തിരിക്കും. ഇത്രയും നാൾ സ്വപ്നം കണ്ടത് ഇനിയും ജീവിച്ചു തീർക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുപാട് സന്തോഷം, വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വീട്ടിൽ വരാൻ കഴിഞ്ഞു. വീടപ്പം മമ്മിയോടെ പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഓക്കെ, സന്തോഷം എല്ലാ ഹെൽപ്പിനും. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. ബൈ.